ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ പേപ്പർ നിങ്ങളിൽ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആൻസർ പേപ്പർ കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായിട്ട്, കിട്ടിയ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത്. മൂന്നാമതായിട്ട്, നിങ്ങൾ കിട്ടിയ മാർക്കിൽ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ വിചാരിച്ച, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് തന്നെയാണോ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് കിട്ടിയത്. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ച് നടക്കാൻ പോകുന്ന നിങ്ങളുടെ ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ്. ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ പേപ്പർ നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് മാർക്ക് കുറവ്, ആ മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണോ മാർക്ക് കൂടുതൽ, ആ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് നിങ്ങൾ മാർച്ച് വരെയുള്ള സമയത്ത് കൂടുതൽ സമയം പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിന് നിങ്ങൾ കൂടുതലായിട്ട് റിവൈസ് ചെയ്യുകയും വേണം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുന്നത്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഇതിന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിനുള്ള അർത്ഥം എന്താ, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് നിങ്ങൾ എന്താണോ ക്വസ്റ്റ്യന് ചോദിച്ചത് അതല്ല നിങ്ങൾ ആൻസർ ചെയ്തത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന ആനുവൽ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് തരാൻ സാധിക്കുള്ളൂ. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് തീരെ മനസ്സിലായിട്ടില്ല, ചില ഭാഗങ്ങൾ തീരെ മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ ആ ചാപ്റ്റർ നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ തീരെ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ പേപ്പർ അനലൈസ് ചെയ്ത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ടഫായിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെ, ഈസി ആയിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെ, നിങ്ങൾക്ക് മനസ്സിലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നിങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന മാർച്ച് നടക്കാൻ പോകുന്ന ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടണമെങ്കിൽ നിങ്ങൾ കൃത്യമായി പഠിച്ചേ പറ്റൂ. നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ കൃത്യമായി പഠിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതിനൊരു ട്രിക്കും ടിപ്പും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ nafi.edu ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. എനിക്ക് ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ nafi.edu ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോ. ഞാൻ അതിന് വേണ്ട ട്രിക്കും ടിപ്പും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തു. പിന്നെ ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറഞ്ഞൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വരാൻ പോകുന്ന ആനുവൽ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇനിയുള്ള 2 മാസം നിങ്ങൾ കഠിനമായി പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ അതിന് നമ്മൾ കൂടെയുണ്ട്. മെസ്സേജ് അയച്ചോ, നമുക്ക് സെറ്റാക്കാം. സോ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ, ടെൻഷൻ അടിക്കേണ്ട. ഇനിയുള്ള 2 മാസം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവർ.